ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രത്യേകിച്ചൊരു കോൺസെപ്റ്റ് എടുക്കുന്നതിന് പകരം ഇംഗ്ലീഷിലെ എല്ലാ ഏരിയകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് സെൻറ്റൻസുകളും അതെങ്ങനെ പറയാമെന്നുള്ളതുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, ആദ്യത്തെ സെൻറ്റൻസ് ആണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയാണ്. എങ്ങനെ പറയാം? കുട്ടികൾ പരീക്ഷ എഴുതുകയാണ്, അവരിപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാം? സ്റ്റുഡൻസ് ആർ റൈറ്റിംഗ് എക്സാംസ്. എന്താണ്? സ്റ്റുഡൻസ് ആർ റൈറ്റിംഗ് എക്സാംസ്. അവരിപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനസ്സിലായോ? വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യുകയാണ് എന്ന് പറയാൻ. അവർ ഒരു യാത്ര പ്ലാൻ ചെയ്യുകയാണ്. അവർ യാത്ര പ്ലാൻ ചെയ്യുകയാണ്. അവർ പോയിട്ടില്ല, പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ്. ദേ ആർ പ്ലാനിങ് എ ട്രിപ്പ്. ആദ്യത്തെ രണ്ട് സെൻറ്റൻസും കണ്ടോ? ദേ ആർ പ്ലാനിങ് എ ട്രിപ്പ്. അപ്പോൾ മനസ്സിലായില്ലേ? അവരൊരു യാത്ര പ്ലാൻ ചെയ്യുകയാണ്, ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ചെയ്യുകയാണ്. അവൾ മനോഹരമായി നൃത്തം ചെയ്യുന്നു. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നന്നായിട്ട് ചെയ്യുന്നു എന്ന് പറയാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെ പറയാം? അവൾ മനോഹരമായി നൃത്തം ചെയ്യുന്നു, അല്ലെങ്കിൽ നന്നായി പാടുന്നു ഒക്കെ എങ്ങനെ പറയാം? ഷീ ഡാൻസസ് ബ്യൂട്ടിഫുള്ളി. എന്താണ്? ഷീ ഡാൻസസ് ബ്യൂട്ടിഫുള്ളി. ഷീ ഡാൻസസ് ബ്യൂട്ടിഫുള്ളി. മനസ്സിലായോ? അടുത്തൊരു സെൻറ്റൻസ് നോക്കൂ. ഇത് ഒരു രസകരമായ പുസ്തകമാണ്, അല്ലെങ്കിൽ ഇതൊരു പേടിപ്പിക്കുന്ന പുസ്തകമാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഇത് ഒരു നല്ലൊരു മൂവിയാണ്. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ എങ്ങനെ പറയും? ദിസ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക്. ദിസ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എന്നൊക്കെ പറയാം. എന്താണ്? ദിസ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക്. അടുത്തത് നോക്കൂ. അവൻ ജോലി വേഗത്തിൽ പൂർത്തിയാക്കി. അവൻ്റെ ജോലി അവൻ എന്ത് ചെയ്തു? വളരെ ഫാസ്റ്റായിട്ട് അത് ഫിനിഷ് ചെയ്തു. എങ്ങനെ പറയാം? അവൻ ജോലി വേഗത്തിൽ പൂർത്തിയാക്കി. ഹി കംപ്ലീറ്റഡ് ദ വർക്ക് ക്വിക്ക്ലി. എന്താണ് ക്വിക്ക്ലി എന്ന് പറഞ്ഞാൽ? പെട്ടെന്ന്. ഹി കംപ്ലീറ്റഡ് ദ വർക്ക് ക്വിക്ക്ലി. അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഫോൺ ലാപ്ടോപ്പിൻ്റെ അടുത്താണ്. എന്തെങ്കിലും ഒരു സാധനം മറ്റൊരു സാധനത്തിൻ്റെ അടുത്താണ്, നിയർ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അതെങ്ങനെ പറയും നമ്മൾ? ഫോൺ ലാപ്ടോപ്പിൻ്റെ അടുത്താണ്. ദ ഫോൺ ഈസ് ബിസൈഡ് ദ ലാപ്ടോപ്പ്. അടുത്ത് എന്നുള്ളതിനെ നമ്മളിവിടെ എന്താണ് ഉപയോഗിച്ചത്? ബിസൈഡ് ദ ലാപ്ടോപ്പ്. ദ ഫോൺ ഈസ് ബിസൈഡ് ദ ലാപ്ടോപ്പ്. അടുത്തത് നോക്കൂ. അവൾ ക്ഷീണിച്ചിരുന്നിട്ടും അവൾ ജോലി തുടരുകയായിരുന്നു. അല്ലേ? അവള് പാസ്റ്റിലാണ്. അവൾക്ക് ക്ഷീണമായിരുന്നു, എന്നിട്ടും അവൾ ജോലി തുടരുകയായിരുന്നു. ഷീ വാസ് ടയേർഡ് ബട്ട് ഷീ കണ്ടിന്യൂഡ് വർക്കിംഗ്. മനസ്സിലായോ? രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഷീ വാസ് ടയേർഡ്, അവള് ക്ഷീണിതയായിരുന്നു. അയ്യോ, ഞാൻ ഗ്ലാസ് വീഴ്ത്തി. നമ്മൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ പറയില്ല, അയ്യോ ഞാൻ ഗ്ലാസ് താഴെ വീഴ്ത്തി എന്ന് പറയില്ലേ? ഇതെങ്ങനെ പറയാൻ പറ്റും? ഓപ്സ് എന്ന് പറയല്ലേ? നമുക്ക് അയ്യോ എന്നുള്ളതിനാണ് അത് പറയുന്നത്. ഐ ഡ്രോപ്ഡ് ദ ഗ്ലാസ്. ഗ്ലാസ് എന്തായി? താഴെ വീണു. ഐ ഡ്രോപ്ഡ് ദ ഗ്ലാസ്. ഐ ഡ്രോപ്ഡ് ദ ഗ്ലാസ്. അടുത്തതാണ് അവൻ എനിക്കൊരു സമ്മാനം നൽകി. എങ്ങനെ പറയാം? ആരോ നമുക്ക് ഒരു ഗിഫ്റ്റ് തന്നു. ഇതെങ്ങനെ പറയാം? അവൻ എനിക്കൊരു സമ്മാനം നൽകി. ഹി ഗാവ് മീ എ ഗിഫ്റ്റ്. ഓൾറെഡി തന്നു, അതുകൊണ്ടാണ് ഗാവ് ഉപയോഗിച്ചത്. ഹി ഗാവ് മീ എ ഗിഫ്റ്റ് എന്ന് പറയാം. ഹി ഗാവ് മീ എ ഗിഫ്റ്റ്. അടുത്തതാണ് ഞങ്ങൾ യാദൃച്ഛികമായി കണ്ടുമുട്ടി. അല്ലേ? ഞങ്ങൾ പെട്ടെന്ന് കണ്ടുമുട്ടി. ഒന്നും പ്ലാൻ ചെയ്യാതെ ഞങ്ങൾ പെട്ടെന്ന് കണ്ടുമുട്ടി. എങ്ങനെ പറയാം? ഞങ്ങൾ യാദൃച്ഛികമായി കണ്ടുമുട്ടി. വി മെറ്റ് ആക്സിഡൻ്റലി. എന്താണ് പറയുന്നത്? വി മെറ്റ് ആക്സിഡൻ്റലി. അടുത്തതാണ് മഴ പെയ്യുന്നതിനാൽ ഞാൻ വീട്ടിലിരുന്നു. എന്താണ് റീസൺ വീട്ടിലിരിക്കാൻ? മഴ പെയ്യുന്നതിനാൽ ഞാൻ വീട്ടിലിരുന്നു, അതുകൊണ്ട് ഞാൻ പുറത്തെങ്ങും പോയില്ല. ഇതെങ്ങനെ പറയും? ഐ സ്റ്റേഡ് ഹോം ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ്. എന്താണ്? ഐ സ്റ്റേഡ്, ഞാൻ വീട്ടിലിരുന്നു. ഐ സ്റ്റേഡ് ഹോം ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ്. ഞങ്ങൾ മത്സരം വിജയിച്ചു. എങ്ങനെ പറയാം? ഞങ്ങൾ മത്സരം വിജയിച്ചു.
ഈ മത്സരത്തിൽ ഞങ്ങൾ വിജയിച്ചു. എങ്ങനെ പറയാം? ഓൾറെഡി വിജയിച്ചു. വി വോൺ ദ മാച്ച്. എന്താണ്? വി വോൺ ദ മാച്ച്. വിജയിച്ച് കഴിഞ്ഞല്ലോ, അതാണ് വോൺ. വിൻ ഉപയോഗിക്കാതെ വോൺ ഉപയോഗിച്ചത് അതുകൊണ്ടാണ്. വി വോൺ ദ മാച്ച്. അവൾ ശരിയായി മറുപടി നൽകി. അവൾ കറക്റ്റായിട്ടാണ് മറുപടി നൽകിയത്. അവൾ ശരിയായിട്ടുള്ള മറുപടി നൽകി. എങ്ങനെ പറയാം? ഷീ ആൻസേർഡ് കറക്റ്റ്ലി. ഷീ ആൻസേർഡ് കറക്റ്റ്ലി. ഷീ ആൻസേർഡ് കറക്റ്റ്ലി. അവൻ എൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. എന്താണ്? അവൻ എൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. നേരത്തെ നമ്മൾ ഫോൺ ലാപ്ടോപ്പിൻ്റെ അടുത്താണെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഇതിൽ വരുന്നതാണ് അവൻ എൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. ഹി ഈസ് സിറ്റിംഗ് ബിഹൈൻഡ് മീ, ബിസൈഡ് മീ. ഞാൻ രാവിലെ മുതൽ ജോലി ചെയ്യുകയാണ്. ഞാൻ രാവിലെ മുതൽ ജോലി ചെയ്യുകയാണ്. രാവിലെ തുടങ്ങി ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഐ ഹാവ് ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ്. ഈ ഹാവ് ബീൻ്റെ യൂസേജ് പഠിച്ചപ്പോൾ നമ്മളിത് പഠിച്ചതാണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ്. ഞാൻ എത്തുമ്പോൾ അവൾ ടി വി കാണുകയായിരുന്നു. അല്ലേ? ഞാൻ എത്തിയതും പാസ്റ്റിലാണ്, അവൾ ടി വി കാണുന്നതും പാസ്റ്റിലാണ്. ഞാൻ എത്തുമ്പോൾ അവൾ ടി വി കാണുകയായിരുന്നു. അതാണ് ഷീ വാസ് വാച്ചിങ് ടി വി വെൻ ഐ അറൈവ്ഡ്. ഷീ വാസ് വാച്ചിങ് ടി വി വെൻ ഐ അറൈവ്ഡ്. ഈ പുസ്തകം ഇന്ന് തിരികെ നൽകേണ്ടതാണ്. ഈ പുസ്തകം ഇന്ന് തിരികെ നൽകേണ്ടതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഇന്ന് തിരിച്ചു കൊടുക്കേണ്ടതാണ്. ദിസ് ബുക്ക് മസ്റ്റ് ബി റിട്ടേൺ ടുഡേ. മസ്റ്റ് ആണല്ലേ? ദിസ് ബുക്ക് മസ്റ്റ് ബി റിട്ടേൺ ടുഡേ. മനസ്സിലായോ? ദിസ് ബുക്ക് മസ്റ്റ് ബി റിട്ടേൺ ടുഡേ. എനിക്ക് നേരത്തെ അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു. അപ്പം എനിക്ക് അറിയുമായിരുന്നോ? ഇല്ല. എനിക്ക് അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു. ഹാഡ് ഐ നോൺ ഏർലിയർ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ്. എന്താണ്? ഐ വുഡ് ഹാവ് ഹെൽപ്ഡ്. അതിനാണ് ഐ വുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. അവൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് നിനക്കറിയാമോ? അവൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് നിനക്ക് അറിയാമോ? അവൾ എവിടെയാണ് താമസിക്കുന്നത്? ഡു യു നോ വേർ ഷീ ലീവ്സ്? എന്താണ്? ഡു യു നോ വേർ ഷീ ലീവ്സ്? അവൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് നിനക്കറിയാമോ? ഡു യു നോ വേർ ഷീ ലീവ്സ്? അവൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ നമ്മൾ പറയാണ്, നമ്മളിത് പറഞ്ഞാലും അവൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ പറയാം? ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ എഗ്രി. എന്താണ്? ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ എഗ്രി. അടുത്തതാണ് വാതിൽ തുറന്ന് ഇരിക്കട്ടെ. വാതിൽ അങ്ങനെ തുറന്നിരിക്കട്ടെ, അത് അടയ്ക്കണ്ട. വാതിൽ തുറന്ന് തന്നെ ഇരിക്കട്ടെ എന്ന് എങ്ങനെ പറയാം? നിങ്ങളും കൂടെ ട്രൈ ചെയ്യണം കേട്ടോ. ലെറ്റ് ദ ഡോർ ബി കെപ്റ്റ് ഓപ്പൺ. എന്താണ്? ലെറ്റ് ദ ഡോർ ബി കെപ്റ്റ് ഓപ്പൺ. നമ്മൾ ലെറ്റ് ഇറ്റ് ബി, അതങ്ങനെ ഇരിക്കട്ടെ എന്ന് പറയില്ലേ? ലെറ്റ് ദ ഡോർ ബി കെപ്റ്റ് ഓപ്പൺ. അവൾക്ക് നമ്മളെ അറിയിക്കാമായിരുന്നു. അല്ലേ? അവൾ അറിയിച്ചില്ല നമ്മളെ. അപ്പം നമ്മൾ എന്ത് പറയും? അവൾക്ക് നമ്മളെ അത് അറിയിക്കാമായിരുന്നു എന്ന് പറയില്ലേ? ഇതെങ്ങനെ പറയാം? ഷീ കുഡ് ഹാവ് ഇൻഫോംഡ് us. ഷീ കുഡ് ഹാവ്. മനസ്സിലായോ? ഈ കുഡ് ഹാവിൻ്റെ ഉപയോഗം മനസ്സിലായോ? ഷീ കുഡ് ഹാവ് ഇൻഫോംഡ് us. അവൾക്ക് നമ്മളെ അറിയിക്കാമായിരുന്നു, പക്ഷെ അവളത് ചെയ്തില്ല. അവൻ പാടുകയും ചെയ്തു, കൂടാതെ ഗിറ്റാറും വായിച്ചു. നമ്മളൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ പറയില്ലേ, അവൻ പാടുകയും ചെയ്തു ഡാൻസും ചെയ്തു എന്നൊക്കെ പറയില്ലേ? അതുപോലെ അവൻ പാടുകയും ചെയ്തു, കൂടാതെ ഗിറ്റാറും വായിച്ചു. നോട്ട് ഓൺലി ഡിഡ് ഹി സിങ് ബട്ട് ഹി ഓൾസോ പ്ലേഡ് ദ ഗിറ്റാർ. എന്താണ്? നോട്ട് ഓൺലി ഡിഡ് ഹി സിങ് ബട്ട് ഹി ഓൾസോ പ്ലേഡ് ദ ഗിറ്റാർ.
എനിക്ക് ചായയേക്കാളും കാപ്പി ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് കാപ്പിയാണ് ചായയേക്കാളും ഇഷ്ടം, അല്ലെങ്കിൽ ചായയാണ് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? ഐ പ്രിഫർ കോഫി ടു ടീ. ഓക്കെ, ദാൻ ഉപയോഗിക്കുന്നത് ഐ പ്രിഫർ കോഫി ടു ടീ. ടീയേക്കാളും എനിക്ക് എന്താണ്? കോഫിയാണ് ഇഷ്ടം. നിങ്ങൾ ജങ്ക് ഫുഡ് ഒഴിവാക്കണം. നമ്മൾ ആർക്കെങ്കിലുമൊക്കെ അഡ്വൈസ് കൊടുക്കില്ലേ? നിങ്ങൾ ജങ്ക് ഫുഡ് ഒഴിവാക്കണം, അത് കഴിക്കരുത്, അല്ലെങ്കിൽ അത് ബോഡിക്ക് ഹെൽത്തിന് നല്ലതല്ല എന്നൊക്കെ പറയില്ലേ? യു ഷുഡ് അവോയ്ഡ് ജങ്ക് ഫുഡ്. എന്താണ് യു ഷുഡ്? നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യണം. യു ഷുഡ് അവോയ്ഡ് ജങ്ക് ഫുഡ്. അവർ ഇപ്പോഴത്തേക്ക് ഇവിടെ എത്തിയിരിക്കേണ്ടതായിരുന്നു. എന്ന് വെച്ചാൽ അവരിപ്പോഴേക്കും ഇവിടെ എത്തണമായിരുന്നു. അവർ കറക്റ്റായിട്ട് എത്തണമെങ്കിൽ ഇപ്പോഴേക്കും ഇവിടെ എത്തിയിരിക്കേണ്ടതായിരുന്നു. ഇതെങ്ങനെ പറയാം? ദേ ആർ സപ്പോസ് ടു ബി ഹിയർ നൗ. എന്താണ്? ദേ ആർ സപ്പോസ് ടു ബി ഹിയർ ബൈ നൗ. ഈ സമയം കൊണ്ട് അവരിവിടെ എത്തേണ്ടതായിരുന്നു. ഇന്നൊരു പുതിയ സ്ഥലം പരീക്ഷിക്കാമല്ലോ. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ പോയതല്ലേ, ഇന്ന് നമ്മൾക്കൊരു പുതിയ സ്ഥലം നോക്കിയാലോ, അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലം പരീക്ഷിച്ചാലോ എന്നൊക്കെ പറയില്ലേ? വൈ ഡോണ്ട് വി ട്രൈ എ ന്യൂ പ്ലേസ് ടുഡേ? എന്തുകൊണ്ട് നമുക്ക് ഒരു പുതിയ പ്ലേസ് ഇന്ന് പരീക്ഷിച്ചുകൂടാ? വൈ ഡോണ്ട് വി ട്രൈ എ ന്യൂ പ്ലേസ് ടുഡേ? അവൻ അപൂർവമായി മാത്രം ആരോടെങ്കിലും സംസാരിക്കുന്നു. അതായത് അയാൾ എല്ലാവരോടും സംസാരിക്കാറില്ല, അപൂർവമായിട്ട് മാത്രമേ ആരോടെങ്കിലും സംസാരിക്കാറുള്ളൂ. എങ്ങനെ പറയാം? ഹി റെയർലി ടോക്സ് ടു എനിവൺ. റെയർലി, അപൂർവമായി. ഹി റെയർലി ടോക്സ് ടു എനിവൺ. ഹി റെയർലി ടോക്സ് ടു എനിവൺ. ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്നത് പതിവാണ്. അതെൻ്റെ ശീലമാണ്. ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്നത് പതിവാണ്. എങ്ങനെ പറയാം? ഐ ആം യൂസ്ഡ് ടു വേക്കിംഗ് അപ്പ് ഏർലി. എന്താണ്? ഐ ആം യൂസ്ഡ് ടു വേക്കിംഗ് അപ്പ് ഏർലി എന്ന് പറയാം. ഐ ആം യൂസ്ഡ് ടു വേക്കിംഗ് അപ്പ് ഏർലി. മഴ പെയ്യുകയാണെങ്കിൽ ഞങ്ങൾ യാത്ര റദ്ദാക്കും, അല്ലെങ്കിൽ മഴ പെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് പോകില്ല എന്ന് പറയില്ലേ? മഴ പെയ്യുകയാണെങ്കിൽ ഞങ്ങളെ യാത്ര ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും എന്ന് പറയില്ലേ? ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ, ഇഫ് ഇറ്റ് റെയിൻസ് വി വിൽ ക്യാൻസൽ ദ ട്രിപ്പ്. വി വിൽ ക്യാൻസൽ ദ ട്രിപ്പ്. അവൾ ഇതിനകം ജോലി തീർത്തിരിക്കുന്നു. അവൾ ഇതിനോടകം എന്താണ്? അവളുടെ ജോലി അവൾ തീർത്തു. അവൾ ഇതിനകം ജോലി തീർത്തിരിക്കുന്നു. എങ്ങനെ പറയാം? ഷീ ഹാസ് ഓൾറെഡി ഫിനിഷ്ഡ് ഹർ വർക്ക്. അവൾ അവളുടെ ജോലി ഓൾറെഡി എന്താണ്? ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഷീ ഹാസ് ഓൾറെഡി ഫിനിഷ്ഡ് ഹർ വർക്ക്. നാളെ ഈ സമയം ഞാൻ വീട്ടിലെത്തിയിരിക്കും. ഇന്നാണ് പറയുന്നത്, നാളെ ഇതേ സമയത്ത് ഞാൻ വീട്ടിലെത്തിയിരിക്കും. എങ്ങനെ പറയാം? ബൈ ദിസ് ടൈം, ഈ സമയം. ബൈ ദിസ് ടൈം ടുമോറോ ഐ വിൽ ഹാവ് റീച്ച്ഡ് ഹോം. റീച്ച് ഇപ്പം എത്തിയിട്ടുണ്ടോ? ഇല്ല. ഐ വിൽ ഹാവ് റീച്ച്ഡ് ഹോം. നീ അവനോട് എന്തിനാണ് ചൂടായത് എന്ന് നമ്മൾ ചോദിക്കില്ല. നീ അവനോട് എന്തിനാണ് ദേഷ്യപ്പെട്ടത്? നീ അവനോട് എന്തിനാണ് ചൂടായി സംസാരിച്ചത് എന്നൊക്കെ ചോദിക്കില്ലേ? ഇതെങ്ങനെ പറയാൻ പറ്റും? വൈ വെർ യു ഷൗട്ടിങ് അറ്റ് ഹിം? ഷൗട്ടിങ്, ഷൗട്ട് ചെയ്തത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. വൈ വെർ യു ഷൗട്ടിങ് അറ്റ് ഹിം? നീ അവനോട് എന്തിനാണ് ദേഷ്യപ്പെട്ടത്? നിനക്ക് സമയം കിട്ടുമ്പോൾ എന്നെ അറിയിക്കൂ. അപ്പം നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. നിനക്ക് സമയം കിട്ടുമ്പോൾ എന്നെ അറിയിക്കൂ. നിനക്ക് സമയം കിട്ടുമ്പോൾ എന്നെ അറിയിക്കൂ. ലെറ്റ് മീ നോ. എന്താണ്? ലെറ്റ് മീ നോ വെൻ യു ആർ ഫ്രീ. നീ എപ്പോഴാണ് ഫ്രീ ആവുന്നതെന്ന് എന്നെ അറിയിക്കൂ. ലെറ്റ് മീ നോ. അവൻ യോഗം മറന്നതുപോലെയാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ട്, അപ്പം നമ്മളത് മറന്നുപോയി ഒരാൾ. അപ്പം നമ്മൾ പറയണം, അവൻ ആ മീറ്റിങ്ങിൻ്റെ കാര്യം മറന്നുപോയി എന്നാണ് തോന്നുന്നത് എന്ന് പറയില്ലേ? ഹി സീംസ് ടു ഹാവ് ഫൊഗോട്ടൻ ദ മീറ്റിംഗ്. ഹി സീംസ് ടു ഹാവ്
forgotten the meeting. പ്രശ്നം ഇന്നലെ പരിഹരിച്ചോ? എന്ന ഒരു പ്രശ്നം ഉണ്ടായി, അത് ഇന്നലെ പരിഹരിച്ചോ? നമുക്കതിനെക്കുറിച്ച് അറിവില്ല. അപ്പം നമ്മൾ ചോദിക്കുകയാണ്, ആ പ്രോബ്ലം ഇന്നലെ പരിഹരിച്ചോ എന്ന് ചോദിക്കുകയാണ്. വാസ് ദ പ്രോബ്ലം സോൾവ് യെസ്റ്റർഡേ? ഇന്നലത്തെ പ്രോബ്ലം ആണല്ലേ. വാസ് ദ പ്രോബ്ലം സോൾവ് യെസ്റ്റർഡേ? ഇന്നലെ അത് സോൾവ് ചെയ്തോ? അവൾ പുറത്തു പോകുന്നതിനേക്കാളും വീട്ടിലിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവളായിക്കോട്ടെ അവനായിക്കോട്ടെ, ഇനി നമ്മുടെ കാര്യം നമുക്ക് പറയാം. പുറത്തു പോകുന്നതിനേക്കാളും വീട്ടിലിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെ പറയാം? ഷി വുഡ് റാദർ സ്റ്റേ ഹോം ദാൻ ഗോ ഔട്ട്. ഗോ ഔട്ടിനേക്കാളും എന്താണ്? സ്റ്റേ ഹോം ആണ് എന്ത് ചെയ്യുന്നത്? പ്രിഫർ ചെയ്യുന്നത്. ഷി വുഡ് റാദർ സ്റ്റേ ഹോം ദാൻ ഗോ ഔട്ട്. എനിക്ക് ഉത്തരം അറിയാമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പോൾ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കൂലേ, ആ ഉത്തരം അറിയാമെങ്കിൽ നല്ലതായിരുന്നു, പഠിച്ചെങ്കിൽ നല്ലതായിരുന്നു. ഐ വിഷ് ഐ ന്യൂ ദ ആൻസർ. ഐ വിഷ് എൻ്റെ വിഷാണ്, നടന്ന കാര്യമാണോ? അല്ല. ഐ വിഷ് ഐ ന്യൂ ദ ആൻസർ. ഈ ഫോൺ അതിനേക്കാളും വില കുറവാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ട് സാധനങ്ങൾ നമ്മൾ കമ്പയർ ചെയ്ത് പറയുകയാണ്. ഈ ഫോൺ അതിനേക്കാളും വില കുറവാണ്, ഇതെടുത്തോ എന്ന് പറയില്ലേ? ഇതെങ്ങനെ പറയാം? ദിസ് ഫോൺ ഈസ് ചീപ്പർ ദാൻ ദാറ്റ് വൺ. ദിസ് ഫോൺ ഈസ് ചീപ്പർ ദാൻ. കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ദാൻ ഉപയോഗിക്കുന്നത്. ചീപ്പർ ദാൻ ദാറ്റ് വൺ. ഓക്കെ. അവൻ ബോസ് ആണെന്ന പോലെ സംസാരിക്കുന്നു. ഇത് നമ്മൾ സാധാരണ നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ നമ്മളിത് ഉപയോഗിക്കും. അവൻ വലിയ ആളെ പോലെ സംസാരിക്കുന്നു, അവൻ ബോസ് ആണെന്ന വിചാരം എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഹി സ്പീക്കിംഗ് ആസ് ഇഫ് ഹി വർ ദ ബോസ്. അവനൊരു ബോസിനെ പോലെയാണ് സംസാരിക്കുന്നത്. ഹി സ്പീക്സ് ആസ് ഇഫ് ഹി വർ ദ ബോസ്. ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണ്, ആ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? അപ്പം നമ്മൾ പറയാണ്, ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല, ഒരു തീരുമാനവും ആയിട്ടില്ല. നത്തിങ് ഹാസ് ബീൻ ഡിസൈഡഡ് യെറ്റ്. എന്താണ്? നത്തിങ് ഹാസ് ബീൻ ഡിസൈഡഡ് യെറ്റ്. അടുത്തത്, ദയവായി അത് വീണ്ടും പറയാമോ? പ്ലീസ് അതൊന്നുകൂടെ പറയാമോ എന്ന് ചോദിക്കില്ലേ? അതാണ്, അതൊന്നുകൂടെ പറയാമോ, അല്ലെങ്കിൽ അത് വീണ്ടും പറയാമോ എന്ന് നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യാണ്. കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? എന്താണ്? കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? അവൾ വിളിച്ചില്ല, മെസ്സേജും അയച്ചില്ല. അവളെക്കുറിച്ച് ഒരു അറിവുമില്ല, അവൾ വിളിച്ചിട്ടുമില്ല, മെസ്സേജും അയച്ചിട്ടില്ല. രണ്ട് കാര്യങ്ങളും അവൾ എന്ത് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. ഷീ നെയ്തർ കോൾഡ് നോർ മെസ്സേജ്ഡ്. രണ്ടും ചെയ്തിട്ടില്ല, അതാണ് നെയ്തർ നോർ ഉപയോഗിച്ചത്. ഷീ നെയ്തർ കോൾഡ് നോർ മെസ്സേജ്ഡ്. അവന് ചോദ്യം മനസ്സിലായില്ല. പിന്നെ എങ്ങനെയാണ് അവൻ ആൻസർ പറയുന്നത്? അവന് ചോദ്യമേ മനസ്സിലായിട്ടില്ല. ഇതെങ്ങനെ പറയാം? നിങ്ങളും സ്വയം ഇതിൽ വരുന്നതിന് മുന്നേ ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ഹി കുഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. എന്താണ്? ഹി കുഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. അവന് ചോദ്യമേ മനസ്സിലായില്ല. ഞാൻ അവളെ സ്റ്റേഷനിൽ കാത്തിരിക്കുന്നു. എവിടെയെങ്കിലും നമ്മൾ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഞാൻ അവളെ സ്റ്റേഷനിൽ കാത്തിരിക്കുന്നു. ഐ ആം വെയിറ്റിംഗ് ഫോർ ഹെർ അറ്റ് ദ സ്റ്റേഷൻ. എന്താണ്? ഐ ആം വെയിറ്റിംഗ്, കാത്തിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയാണ്? ഫോർ ഹെർ. എവിടെയാണ്? അറ്റ് ദ സ്റ്റേഷൻ. മഴ പെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുറപ്പെടില്ല. അല്ലേ? മഴ പെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുമെന്ന് നേരത്തെ കണ്ടു. ഇനി മഴ പെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുറപ്പെടില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കും, ഇറങ്ങില്ല എന്നൊക്കെ പറയില്ലേ? ഇഫ് ഇറ്റ് റെയിൻസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഫ് ഇറ്റ് റെയിൻസ് വി വോണ്ട് ലീവ്. റെയിൻ ആണെങ്കിൽ എന്ത് ചെയ്യും? ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല, വീട്ടിൽ അല്ലെങ്കിൽ എവിടെ നിന്നാണെങ്കിലും ഞങ്ങൾ പുറപ്പെടില്ല. അവർ നേരത്തെ പോകേണ്ടതായിരുന്നു, പക്ഷെ അവർ പോയോ? ഇല്ല. അവർ നേരത്തെ പോകേണ്ട ആളുകളായിരുന്നു, പക്ഷെ അവർ പോയിട്ടില്ല. ഇതാണ് അതിൻ്റെ മീനിങ്. ഇതെങ്ങനെ പറയാം?
ദേ ഷുഡ് ഹാവ് ലെഫ്റ്റ് ഏർലിയർ. അവർ നേരത്തെ പോകേണ്ടതായിരുന്നു, പക്ഷെ അവർ പോയില്ല. നേരത്തെ പോയിരുന്നെങ്കിൽ അവർക്ക് ചിലപ്പോൾ ബസ് കിട്ടിയേനെ. അവർക്ക് കിട്ടാത്തതിൻ്റെ കാരണം എന്തായിരുന്നു? അവർ നേരത്തെ പോകാത്തതാണ്. ഞാൻ അവനോട് ക്ഷമിച്ചു. അവൻ എന്തോ എന്നോട് ചെയ്തു, ഞാൻ അവനോട് ക്ഷമിച്ചു. ഇതെങ്ങനെ പറയാം? ഐ ഫൊഗേവ് ഹിം. ഫൊഗീവ് അല്ല, ഫൊഗേവ് എന്നാണ്. അവനോട് ക്ഷമിച്ചു കഴിഞ്ഞല്ലോ. ഐ ഫൊഗേവ് ഹിം എന്ന് പറയാം. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച സിനിമയ്ക്ക് പോയി. എപ്പോഴാണ് പോയത്? ഇന്നാണോ? അല്ല, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ സിനിമയ്ക്ക് പോയി. എങ്ങനെ പറയാം? അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച. വി വെന്റ് ടു എ മൂവി ലാസ്റ്റ് വീക്ക്. വി വെന്റ് ടു എ മൂവി ലാസ്റ്റ് ഡേ എന്ന് പറയാം. വി വെന്റ് ടു എ മൂവി ലാസ്റ്റ് മന്ത് എന്നൊക്കെ പറയാം. അവൻ എപ്പോഴും കുറിപ്പുകൾ എടുക്കുന്നു. കുറിപ്പുകൾ എന്ന് വെച്ചാൽ അവൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും എഴുതി വെക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ, ചെറിയ കുറിപ്പുകൾ എടുക്കുന്നു. അവൻ എപ്പോഴും കുറിപ്പുകൾ എടുക്കുന്നു. ഹി ഓൾവേസ് ടേക്സ് നോട്ട്സ്. എന്താണ്? എപ്പോഴും ചെറിയ നോട്ട്സുകൾ എടുത്തുകൊണ്ടേയിരിക്കും അവൻ. ഹി ഓൾവേസ് ടേക്സ് നോട്ട്സ്. അവൾ എപ്പോഴും സമയം പാലിക്കുന്നു. അതായത് ആള് ഭയങ്കര പങ്ക്ച്വൽ ആണെന്നാണ് നമ്മൾ പറയുന്നത്. അവൾ എപ്പോഴും സമയം പാലിക്കുന്നു. കറക്റ്റ് സമയത്തിന് വരുന്ന ആളാണ്. അവൾ എപ്പോഴും സമയം പാലിക്കുന്നു. ഷീ ഈസ് ഓൾവേസ് പങ്ക്ച്വൽ. എന്താണ്? എപ്പോഴും ആണ് അല്ലേ? ഷീ ഈസ് ഓൾവേസ് പങ്ക്ച്വൽ. ഇന്നല്ല, എപ്പോഴും അവൾ പങ്ക്ച്വൽ ആണ്. അടുത്തതാണ്, ഞാൻ ഈ വാർത്ത കേട്ടപ്പോൾ ഞെട്ടിപ്പോയി എന്ന് നമ്മൾ പറയില്ലേ? ഞാൻ ആ വാർത്ത കേട്ടപ്പോൾ ശരിക്കും ഷോക്കായിപ്പോയി എന്നൊക്കെ പറയില്ലേ? ഇതെങ്ങനെ പറയാം? ഐ വാസ് ഷോക്ക്. ഞാൻ ഷോക്കായിപ്പോയി. വെൻ ഐ ഹേർഡ് ദ ന്യൂസ്. ആ ന്യൂസ് കേട്ടപ്പോൾ ഞാൻ എന്തായി? ഷോക്കായിപ്പോയി. ഐ വാസ് ഷോക്ക് വെൻ ഐ ഹേർഡ് ദ ന്യൂസ്. നിനക്ക് എത്ര സമയം വേണം? എന്തെങ്കിലും ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ നിനക്ക് എത്ര സമയം വേണം എന്ന് ചോദിക്കില്ലേ? നിനക്ക് കുളിക്കാൻ എത്ര സമയം വേണം? നിനക്ക് കഴിക്കാൻ എത്ര സമയം വേണം? ഹൗ മച്ച് ടൈം ഡു യു നീഡ്? എന്താണ്? ഹൗ മച്ച് ടൈം ഡു യു നീഡ്? എത്ര സമയം വേണം? അവൻ ജോലി മാറാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്നും വേറൊരു ജോലിയിലേക്ക് മാറാൻ തീരുമാനിച്ചു. അവൻ ജോലി മാറാൻ തീരുമാനിച്ചു. എങ്ങനെ പറയാം? ഹി ഡിസൈഡഡ് ടു ചേഞ്ച് ഹിസ് ജോബ്. ഹി ഡിസൈഡഡ്, ഓൾറെഡി ഡിസൈഡഡ് ആണ്. ഹി ഡിസൈഡഡ് ടു ചേഞ്ച് ഹിസ് ജോബ്. എന്താണ് ഡിസൈഡ് ചെയ്തത്? ജോബ് ചേഞ്ച് ചെയ്യാനായിട്ട്. നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. ഇപ്പം അതിനെക്കുറിച്ച് സംസാരിക്കണ്ട, നമുക്കതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. ഇതെങ്ങനെ പറയാം? ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ് ലേറ്റർ. നമുക്കതിനെക്കുറിച്ച് പിന്നീട്, ലേറ്റർ, പിന്നീട് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ് ലേറ്റർ. അവിടുത്തതാണ്, അവൾ എന്നെ കാണാൻ കാത്തിരുന്നു. അല്ലേ? അവൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു, അല്ലെങ്കിൽ അവൾ ഞാൻ വിളിക്കാൻ വേണ്ടി കാത്തിരുന്നു. ഷീ വെയിറ്റഡ് ടു സീ മീ. എന്താണ്? വളരെ സിമ്പിളാണ്. ഷീ വെയിറ്റഡ് ടു സീ മീ. അവൾ എന്നെ കാണാൻ കാത്തിരുന്നു. ഷീ വെയിറ്റഡ് ടു സീ മീ. ഞാൻ ഒരിക്കലും അവനോട് സംസാരിക്കില്ല. അവൻ എന്തോ നമ്മളോട് വലിയ തെറ്റ് ചെയ്തു അല്ലേ? അപ്പോൾ ഞാൻ ഒരിക്കലും ഇനി അവനോട് സംസാരിക്കില്ല എന്ന് നമ്മൾ പറയില്ലേ? ഞാൻ ഒരിക്കലും അവനോട് സംസാരിക്കില്ല. ഐ വിൽ നെവർ ടോക്ക് ടു ഹിം. ഐ വിൽ നെവർ ടോക്ക് ടു ഹിം. ഞാൻ അവനോട് ഒരിക്കലും സംസാരിക്കില്ല. അവർ പാചകം ചെയ്യുന്നിടത്ത് ഞങ്ങൾ ഇരുന്നു. അവരവിടെ പാചകം ചെയ്യുകയാണ്, അവിടെ ഞങ്ങളും എന്ത് ചെയ്തു? ഇരുന്നു. എങ്ങനെ പറയാം? വി സാറ്റ് വേർ ദേ വർ കുക്കിംഗ്. അവരെവിടെയാണോ കുക്ക് ചെയ്യുന്നത് അവിടെ ഞങ്ങൾ ഇരുന്നു. വി സാറ്റ് വേർ ദേ വർ കുക്കിംഗ്.
ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് പോകും. നമ്മൾ എന്തോ ഒരു പരിപാടി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പറയാം ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് പോകും. വേറെ പരിപാടിയൊന്നുമില്ല, ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും. ആഫ്റ്റർ ദിസ്, ഇത് കഴിഞ്ഞാൽ എന്താണ് ആഫ്റ്റർ ദിസ്? വി വിൽ ഗോ ഹോം. വി വിൽ ഗോ ഹോം. നിനക്ക് സഹായം ആവശ്യമുണ്ടോ? നമ്മൾ ആരോടെങ്കിലും ചോദിക്കുകയാണ്, നിനക്ക് എൻ്റെ ഹെൽപ്പ് ആവശ്യമുണ്ടോ എന്ന് അവരോട് ചോദിക്കുകയാണ്. നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഡു യു നീഡ് ഹെൽപ്പ്? എന്താണ് ഡു യു നീഡ് ഹെൽപ്പ്? ഞാൻ ഒരു കപ്പ് ചായ കഴിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാനൊരു പ്ലേറ്റ് ചോറ് കഴിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാനൊരു കപ്പ് ചായ കഴിച്ചു കഴിഞ്ഞു, കുടിച്ചു കഴിഞ്ഞു എന്നൊക്കെ എങ്ങനെ പറയാം? ഐ ഹാവ് ഫിനിഷ്ഡ് എ കപ്പ് ഓഫ് ടീ. ഒരു കപ്പല്ലേ, എ കപ്പ് ഓഫ് ടീ. ഐ ഹാവ് ഫിനിഷ്ഡ് എ കപ്പ് ഓഫ് ടീ. അവൻ ഇപ്പോഴും ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അവന് ജോലി കിട്ടിയോ? ഇല്ല. അവൻ ഇപ്പോഴും എന്താണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. ഹി ഈസ് സ്റ്റിൽ ലുക്കിംഗ് ഫോർ എ ജോബ്. സ്റ്റിൽ, ഇപ്പോഴും അവൻ എന്ത് ചെയ്യാണ്? ലുക്കിംഗ് ഫോർ എ ജോബ്. ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ അതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. അല്ലാതെ നീ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്, നീ അതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അങ്ങനെ പറയാം. നീ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം. യു നീഡ് ടു നോ മോർ അബൌട്ട് ഇറ്റ്. യു നീഡ് ടു നോ മോർ അബൌട്ട് ഇറ്റ്. ഇപ്പോൾ ഉള്ള നിന്റെ അറിവ് പോരാ, നീ അതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. ഞങ്ങളിനി കാത്തിരിക്കേണ്ടതില്ല. ഞങ്ങളിനി കാത്തിരിക്കേണ്ടതില്ല. കാരണം എന്തെങ്കിലും റീസൺ കാരണം നമ്മൾ എന്ത് പറയാണ്? ഇനി ഞങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നെങ്ങനെ പറയാം? വി ഡോണ്ട് നീഡ് ടു വെയിറ്റ് എനി മോർ. ഞങ്ങളിനി കാത്തിരിക്കേണ്ടതില്ല, കാത്തിരിക്കേണ്ട ആവശ്യം ഇനി ഇല്ല. നിനക്ക് ഇന്നത്തെ ക്ലാസ് മിസ് ചെയ്തു അല്ലേ? നമ്മൾ പറയില്ലേ, ക്ലാസ്സിൽ വരാത്ത ഒരാളോട് പറയാം എന്ത്? നിനക്ക് ഇന്നത്തെ ക്ലാസ് മിസ് ചെയ്തു അല്ലേ? ഇന്ന് നല്ല ക്ലാസ് ആയിരുന്നു, ഇന്ന് നിനക്ക് മിസ് ചെയ്തു ആ ക്ലാസ്. യു മിസ്ഡ് ടുഡേസ് ക്ലാസ്. യു മിസ്ഡ് ടുഡേസ് ക്ലാസ് എന്ന് പറയാം. അവൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടും പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് കേട്ടോ. അവൾ എന്നെ വിളിച്ചു, ഞാൻ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടും പാസ്റ്റിലാണ്. ഐ വാസ് ഗോയിങ് ഔട്ട് വെൻ ഷീ കോൾ മീ. അവൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ഗോയിങ് ഔട്ട് വെൻ ഷീ കോൾഡ് മീ. അവൻ എത്തും മുമ്പ് ഞാൻ പോകും അല്ലേ? അവൻ എത്തിയതിന് ശേഷമല്ല, അവൻ എത്തുന്നതിന് മുന്നേ ഞാൻ പോകും. എനിക്ക് സമയമില്ല, അവൻ എത്തുന്നതിന് മുമ്പേ ഞാൻ പോകും. എങ്ങനെ പറയാം? ഐ വിൽ ലീവ് ബിഫോർ ഹി അറൈവ്സ്. അവൻ വരുന്നതിന് മുമ്പ് ഞാൻ പോകും. ഐ വിൽ ലീവ് ബിഫോർ ഹി അറൈവ്സ്. ഐ വിൽ ലീവ് ബിഫോർ ഹി അറൈവ്സ്. നീ ആ സന്ദേശം അയച്ചയുടനെ അവൻ മറുപടി നൽകി. എന്താണ്? നീ ആ മെസ്സേജ് അയച്ച ഉടനെ തന്നെ അവൻ മറുപടി നൽകി. ഹി റിപ്ലൈഡ് ആസ് സൂൺ ആസ് യു സെൻഡ് ദ മെസ്സേജ്. നീ അയച്ച ഉടനെ എന്ത് ചെയ്തു? അവൻ റിപ്ലൈയും തന്നു. ഹി റിപ്ലൈഡ് ആസ് സൂൺ ആസ് യു സെൻഡ് ദ മെസ്സേജ്. ഞാൻ ആവശ്യമുള്ളവയെല്ലാം വാങ്ങി. ഓക്കെ, ഞാൻ ആവശ്യമുള്ളവയെല്ലാം വാങ്ങി. എങ്ങനെ പറയാം? ഐ ബോട്ട് എവ്രിതിങ് ഐ നീഡഡ്. ഐ ബോട്ട്, ഞാൻ വാങ്ങിക്കഴിഞ്ഞു. ഐ ബോട്ട് എവ്രിതിങ് ഐ നീഡഡ്. ആവശ്യമുള്ളവയെല്ലാം ഞാൻ വാങ്ങി. അവളുടെ ആലോചന വളരെ വിശദമായതാണ്. അല്ലെങ്കിൽ നമുക്കിത് നോർമലായിട്ട് എങ്ങനെ പറയാം? അവൾ വളരെ വിശദമായിട്ടാണ് അതൊക്കെ ആലോചിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയില്ലേ? അവളുടെ ആലോചന വളരെ വിശദമായിട്ടുള്ളതാണ്. ഹെർ ഐഡിയ ഈസ് വെരി ഡീറ്റെയിൽഡ് അല്ലേ? അവളുടെ ഐഡിയ എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളതാണ്.
അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഞാൻ ഒരുപാട് തിരക്കിലായിരുന്നു. നമ്മൾ പറയാ എനിക്ക് നിന്നെ വിളിക്കാൻ പറ്റിയില്ല കാരണം ഞാൻ നല്ല തിരക്കിലായിരുന്നു, ഞാൻ ഒരുപാട് തിരക്കിലായിരുന്നു എന്നൊക്കെ പറയില്ലേ. ഇതെങ്ങനെ പറയാൻ പറ്റും? ഐ വാസ് വെരി ബിസി. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എന്താണ്? ഐ വാസ് വെരി ബിസി. ഞാൻ വളരെ തിരക്കിലായിരുന്നു. ഐ വാസ് വെരി ബിസി. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? നേരത്തെ നമ്മൾ പറഞ്ഞു നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ചില്ലേ. അതുപോലെ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടോ? ഡു യു നീഡ് എനിത്തിങ്? നേരത്തെ നമ്മൾ ഡു യു നീഡ് എനി ഹെൽപ്പ് എന്ന് ചോദിച്ചു. ഇവിടെ ഡു യു നീഡ് എനിത്തിങ്? എന്തെങ്കിലും ആവശ്യമുണ്ടോ? അവൾ ഇന്നലെ അപ്രതീക്ഷിതമായി എത്തി. അവൾ ഇന്നലെ പെട്ടെന്ന് എത്തി, ഞങ്ങൾ പ്രതീക്ഷിച്ചേ ഇല്ല, അപ്രതീക്ഷിതമായിട്ട് അവൾ എത്തി ഇന്നലെ. എങ്ങനെ പറയാം? ഷീ കെയിം അൺഎക്സ്പെക്റ്റഡ്ലി യെസ്റ്റർഡേ. എന്താണ്? ഷീ കെയിം, അവൾ വന്നു, അൺഎക്സ്പെക്റ്റഡ്ലി യെസ്റ്റർഡേ. ഞാൻ അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. മനസ്സിലാക്കാനല്ല, മനസ്സിലാക്കിക്കാൻ. അവൻ എന്തോ ഒരു കാര്യം മനസ്സിലാവുന്നില്ല, ഞാൻ അവനെ അത് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. ഐ ട്രൈ ടു മേക്ക് ഹിം അണ്ടർസ്റ്റാൻഡ്. അവൻ ആ കാര്യം മനസ്സിലായിട്ടില്ല, അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? അവനെ മനസ്സിലാക്കിപ്പിക്കുകയാണ് അല്ലേ. ഐ ട്രൈ ടു മേക്ക് ഹിം അണ്ടർസ്റ്റാൻഡ്. ഐ ട്രൈ ടു മേക്ക് ഹിം അണ്ടർസ്റ്റാൻഡ്. നീ ഇതുവരെ ഭക്ഷണം കഴിച്ചില്ലേ? ഇത്രയും സമയമായി, നീ ഇതുവരെ ഭക്ഷണം കഴിച്ചില്ലേ എന്ന് നമ്മൾ ചോദിക്കില്ലേ. ഇത്ര നേരമായിട്ടും നീ ഇതുവരെ ഭക്ഷണം കഴിച്ചില്ലേ? ഹാവ് യു ഈറ്റൺ യെറ്റ്? നീ ഇതുവരെ കഴിച്ചില്ലേ? ഹാവ് യു ഈറ്റൺ യെറ്റ്? ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ പറയില്ലേ, ആ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത് എന്ന് പറയില്ലേ. ഞങ്ങൾ ആ സ്കൂളിൽ ഒരുമിച്ചാണ് പഠിച്ചത്. ഇതെങ്ങനെ പറയാം? വി സ്റ്റഡി ടുഗെദർ. വി സ്റ്റഡീഡ് ടുഗെദർ. ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയില്ലേ, വി സ്റ്റഡീഡ്, ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് അത് പഠിച്ചത്. കാർ സ്റ്റാർട്ട് ആക്കരുത്. എന്താണ്? അത് കംപ്ലൈൻ്റ് ആണ്, കാർ സ്റ്റാർട്ട് ആക്കരുത് എന്നെങ്ങനെ പറയാം? ദ കാർ വോണ്ട് സ്റ്റാർട്ട്. എന്താണ്? ദ കാർ വോണ്ട് സ്റ്റാർട്ട്. അവൻ എനിക്ക് ഒരു നല്ല സമ്മാനം തന്നു. എന്താണ്? അവൻ എനിക്കൊരു നല്ല സമ്മാനം തന്നു. ഓൾറെഡി തന്നു കേട്ടോ. എന്നിട്ട് പറയണം അവൻ എനിക്ക് നല്ലൊരു സമ്മാനം തന്നു. ഹി ഗാവ് മീ എ നൈസ് ഗിഫ്റ്റ്. എന്താണ്? ഹി ഗാവ് മീ എ നൈസ് ഗിഫ്റ്റ്. ഞാൻ നാളെ വരാൻ ശ്രമിക്കും. നമുക്കിപ്പോൾ ഉറപ്പില്ല നാളെ പോകാൻ പറ്റുമോ എന്ന്. അപ്പം നമ്മളോട് എന്തായാലും വരണേ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഞാൻ നാളെ വരാൻ ശ്രമിക്കും. ഐ വിൽ ട്രൈ ടു കം ടുമോറോ. എന്താണ്? ഐ വിൽ ട്രൈ ടു കം ടുമോറോ. ഐ വിൽ ട്രൈ ടു കം ടുമോറോ. നിന്റെ സഹായത്തിന് നന്ദി. നീ എന്നെ സഹായിച്ചു, ആ സഹായത്തിന് വളരെ നന്ദി. അല്ലെങ്കിൽ നമ്മളൊരു താങ്ക് യു പറയില്ലേ ഒരാളോട്, നിന്റെ സഹായത്തിന് നന്ദി. എന്ത് പറയും? താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. എന്താണ്? താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്. നിന്റെ സഹായത്തിന് നന്ദി.